നമസ്കാരം. ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട ചൈന എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ബംഗ്ലാദേശിനെയാണ് ചൈന ഈ വിഷയത്തിൽ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. അതായത് ബംഗ്ലാദേശിന് മാപ്പ് നിർമ്മിച്ച് നൽകിയത്, അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ മാപ്പ് നിർമ്മിച്ച് നൽകിയത് ചൈനയായിരുന്നു. അതായത് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ രീതിയിൽ തന്നെയായിരുന്നു. ചൈനയാണ് ഈ കാര്യത്തിൽ കൂടുതൽ എക്സ്പെർട്ട്, ഇത്തരം മാപ്പുകൾ നിർമ്മിക്കുന്നതിൽ. അതായത് മറ്റ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാപ്പ് നിർമ്മിക്കുകയും അതിനുശേഷം സലാമി സ്ലൈസിങ് പോലുള്ള, അതായത് കുറച്ചായി മറ്റ് രാജ്യത്തെ ആക്രമിച്ച് അത്തരം പ്രദേശങ്ങൾ കീഴടക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളത് ചൈനയ്ക്കായിരുന്നു. ഈ രീതിയിൽ തന്നെയാണ് ഇന്ത്യയും സമീപിച്ചത്. അതായത് ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന സമയത്ത്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സമയത്ത് ബംഗ്ലാദേശിനകത്ത് നിന്ന് തന്നെ, അതായത് ഇത്തരം ആൾക്കാർക്കെതിരെ കൂടുതലായിട്ടുള്ള ഫണ്ടിങ് ചൈനയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ കയ്യിലെടുക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രക്ഷോഭകർക്ക് ഫണ്ട് ചെയ്യുന്നു. ഇന്ത്യ വിരുദ്ധമായ ഒരു ചേരി തന്നെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഒരു മാപ്പ്, ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നതിൻ്റെ മാപ്പ് നിർമ്മിച്ച് മുഹമ്മദ് യൂനസിന് നൽകുന്നതും മുഹമ്മദ് യൂനസിനെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറക്കുന്നതും ചൈനയാണ്. തുടർന്ന് പാകിസ്ഥാനിലേക്ക് മുഹമ്മദ് യൂനസ് ഈ മാപ്പുമായി പോകുന്നു, പിന്നീട് തുർക്കിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു പദ്ധതിയാണ് ചൈന ആവിഷ്കരിച്ചത്. അങ്ങനെ ഈ പദ്ധതിയുടെ അവസാനം, അതായത് ഇപ്പോൾ ഇലക്ഷൻ നടന്നു, ചൈന വിചാരിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വരുമെന്നാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് അത്ര നല്ല സുഖകരമായ ബന്ധമില്ലാത്ത ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അവരെ പാട്ടിലാക്കിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുവാൻ കഴിയും എന്നാണ് ഇപ്പോൾ ചൈന വിചാരിച്ചിരിക്കുന്നത്. അതായത് ഭൂട്ടാനുമായിട്ടുള്ള ഒരു ബന്ധം, ചൈന ബന്ധം തന്നെ വഷളായി. കാരണം ദോക്ലാം വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ്റെ സഹായം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഭൂട്ടാൻ നിന്ന് ആ പ്രദേശം തട്ടിയെടുത്തുകൊണ്ട് ചിക്കൻ നെക്ക് കോറിഡോർ ആക്രമിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വന്തമാക്കാം എന്നായിരുന്നു ചൈന വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ ഒരു പദ്ധതി പാളിപ്പോയതിനെ തുടർന്ന് പിന്നീട് മറ്റൊരു പദ്ധതി എന്താണ് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ചൈന. അങ്ങനെയാണ് ബംഗ്ലാദേശിനെ കിട്ടിയത്. അങ്ങനെ ബംഗ്ലാദേശിനെയും പാട്ടിലാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ചൈന ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അത്തരത്തിൽ ആണ് ബംഗ്ലാദേശിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ബംഗ്ലാദേശിന് ചൈനയേക്കാൾ സുരക്ഷിതം ഇന്ത്യയെ ഒപ്പം കൂട്ടുന്നത് തന്നെയാണ്. തീർച്ചയായും അങ്ങനൊരു പദ്ധതിയൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഇന്ത്യക്കെതിരെ ശത്രുതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഇന്ത്യക്കെതിരെ ആ ഒരു രീതിയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കാനോ ഇന്ത്യക്കെതിരെ അത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് മറ്റാരെങ്കിലും സഹായിക്കാനോ ഒന്നും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തയ്യാറാവില്ല. എങ്കിൽ ബംഗ്ലാദേശ് തന്നെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്നാലും ചൈന ഇത്തരത്തിലൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ചൈന ഇതോടൊപ്പം തന്നെ, ഇന്ത്യയോടൊപ്പം തന്നെ നേരത്തെ തായ്വാനെ ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. തായ്വാൻ പ്രസിഡൻ്റായിട്ടുള്ള ലാച്ചിങ്ടെയും ഈ രീതിയിൽ പറഞ്ഞു. തായ്വാനെ ആക്രമിച്ചതിന് ശേഷം ഇന്ത്യയിലേക്കാണ് ചൈന നോട്ടമിട്ടിരിക്കുന്നത്. 2027 സീ ജിൻപിങ് ചൈനയിൽ നിന്ന് ഒഴിയുന്ന സമയത്ത് ഈ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ ചൈനയുടെ ഭാഗമാകണം എന്നൊരു പ്രോജക്റ്റ് ചൈന ഇപ്പോൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ചൈന സീ ചൈനയുടെ ഒപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗത്ത് ചൈന സീ പൂർണ്ണമായും ചൈനയുടെ കീഴ്പ്പെടുത്തിയെടുക്കുക, ജപ്പാനെ ആക്രമിക്കുക. അപ്പം സെൻകോക്കുയിലേക്കും ഒക്കെ ചൈന ചില പദ്ധതികളുമായി, ചില ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതൊന്നും നടന്നില്ല. പക്ഷേ അത്തരം ഒരു ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ജപ്പാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. അങ്ങനെ മംഗോളിയ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ചൈന മറ്റൊരു ഭൂപടം നിർമ്മിക്കുക, മറ്റൊരു രീതിയിൽ ചൈനയെ വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ചൈനയ്ക്ക് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇന്ത്യയെ കീഴ്പ്പെടുത്തിയെടുക്കുക. എങ്കിൽ മാത്രമേ ഈ സതേൺ മേഖലയിലേക്ക് ചൈനയുടെ ആധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ചൈനയുടെ ആധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചൈന ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചൈന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാകുവാനുള്ള ലക്ഷണം വളരെ കുറവാണ്. കാരണം ചൈന ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബന്ധങ്ങളും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പം നിലയുറപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തിരിച്ചടി പൂർണ്ണമായും ചൈനയ്ക്ക് തന്നെ കിട്ടും. സീ ജിൻപിങ്ങിന് മനസമാധാനത്തോടുകൂടി പുറത്തിറങ്ങി പോകാനൊന്നും പറ്റില്ല. സീ ജിൻപിങ്ങും ഏറെക്കുറെ ഉള്ളിലാകുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടാകും. ചൈനയ്ക്കായിരിക്കും വലിയ തിരിച്ചടി കിട്ടുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.
ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.